നമസ്കാരം. പത്മ സത്യജിത് റേയുടെ പഥേർ പാഞ്ചാലി. ദുർഗ, അപ്പു, ഈ രണ്ട് കുട്ടികളുടെയും കഥയാണ് പഥേർ പാഞ്ചാലി. അന്നത്തെ റൂറൽ ബംഗാളിൽ ഷൂട്ട് ചെയ്ത ഒരു ചിത്രമാണ്. ദുർഗ, അപ്പു, ഹരിഹർ എന്ന അച്ഛൻ, സർബോജയ എന്ന അമ്മ, ഇന്ദർ എന്ന അമ്മായി, ഇത്രയും പേരാണ് കഥാപാത്രങ്ങൾ ഇതിലുള്ളത്. അതിൽ ഹരിഹർ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ള എഴുത്തുകാരനും പട്ടണത്തിൽ പോയി സമ്പാദിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ നില മാറ്റണമെന്ന ആഗ്രഹമുള്ള ഹരിഹർ. എന്നാൽ ഇപ്പോൾ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. കുടുംബത്തിൻ്റെ സകല കഷ്ടതകളെയും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ സർബോജയ, കൂടെ തന്നെ താമസിക്കുന്ന ഇന്ദർ. എന്നാൽ ഇതിലൊന്നും പെടാതെ തൻ്റെതായ ലോകത്ത് ഓടി നടന്ന് രസിച്ച് കളിച്ച് ചിരിച്ച് ജീവിക്കുന്ന ദുർഗയും അപ്പു. ആ ഗ്രാമത്തിൻ്റെ ഇരുട്ടിലും വെളിച്ചത്തിലും മഴയിലും വെയിലും എല്ലാം അവർ കളിച്ച് നടക്കുന്നു. ബയോസ്കോപ്പ് കാണുന്നു. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൂരെ നിന്നും പുകമറയുമായി വരുന്ന ഭാവിയിലേക്ക് പോകുന്ന ഒരു തീവണ്ടിയെ കണ്ട് അത്ഭുതത്തോടെ അവർ നിൽക്കുന്നു. അതിനിടയിൽ അടുത്ത വീട്ടുകാരി മോഷണക്കുറ്റം ചുമത്തി ദുർഗയെ പഴിക്കുന്നു. എന്നാൽ താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ദുർഗ പറയുന്നു. ഇങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. ഹരിഹർ തൻ്റെ കുടുംബത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി സമ്പാദിക്കാനായി നഗരത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ ഒരു മഴക്കാലത്ത് ദുർഗയ്ക്ക് കടുത്ത ജ്വരം പിടിക്കുന്നു. ആ ജ്വരത്തിൽ ആ രാത്രി മരണക്കിടക്കയിൽ വിറച്ച് ദുർഗ മരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവിടേക്ക് ഹരിഹർ എത്തിച്ചേരുന്നു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. മകളുടെ മരണത്തിൽ അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് ആ പഴയ വീട് വിട്ടിറങ്ങി പുതിയൊരു ലോകത്തിലേക്ക്, പട്ടണത്തിലേക്ക് അപ്പുവും സർബോജയും ഹരിഹറുമെല്ലാം ഒരു കാളവണ്ടിയിൽ യാത്ര തിരിക്കുന്നു. അവർ പുതിയ ലോകത്തേക്ക് പോകുന്ന ആ നിമിഷം അവരുടെ ഒളിഞ്ഞ വീട്ടിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു കയറുന്ന കാഴ്ചയിലാണ് റേ പടം അവസാനിപ്പിക്കുന്നത്. പഥേർ പാഞ്ചാലി കാണാത്തവർ കാണുക. നമസ്കാരം. പത്മ.